ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് പല്ലൊക്കെ തേച്ച് അപ്പോൾ എനിക്ക് കുറച്ച് തുണികൾ ഇടാനുണ്ട്. അപ്പോൾ അത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സൊക്കെ ഇട്ട് ഓക്കെ. എൻ്റെ നോർമലായിട്ടുള്ളൊരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. അപ്പോൾ അടിച്ചു വാരലൊക്കെ ഞാനാണ്. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ അടുക്കളയിൽ അത്യാവശ്യം രാവിലത്തെ പണികളൊക്കെ ഉമ്മ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നാസ്ത ഉണ്ടാക്കുന്ന ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഉപ്പയും ഇഡ്ഡലി കഴിക്കൂല. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കും. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് മീൻ പൊരിച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ മീൻ പൊരിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കക്കർച്ചി ഉണ്ടായിരുന്നു, അതും റെഡിയാക്കാണ്. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഉണ്ടോ, അങ്ങനെ നാസ്തയൊക്കെല്ലാം സെറ്റായി. അപ്പോൾ എല്ലാവരും ഫുഡ് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതാണ് മീനൊക്കെ പൊരിച്ച് വെക്കുന്നത് കേട്ടോ നേരത്തെ. അപ്പോൾ രാവിലത്തെ മോർണിംഗിന് എല്ലാം സെറ്റായിട്ടോ. പിന്നെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്യുവാണ്. ഏകദേശം ഈ പണികളൊക്കെ കഴിയുമ്പോൾ ഞാൻ എൻ്റെ മോളെ വിളിച്ചോണ്ടത്തി കുളിപ്പിക്കും കേട്ടോ. എന്നിട്ട് ഞാനും കുളിക്കാറാണ് പതിവ്. ഓക്കെ, ദിയാപ്പൂ ഇത് നോക്ക്, ഇന്നു വന്നിട്ടുണ്ട്. ഇന്നുവിനെ കാണണ്ടേ? എനിക്ക് വാ കുളിക്കണം. കുളിച്ച് സുന്ദരിയായിട്ട് പോകാം ഇന്നുവിൻ്റെ അടുത്ത്. രാവിലെ ആൾ വിളിക്കുമ്പോൾ എഴുന്നേക്കൽ ഭയങ്കര ഇതാണ് കേട്ടോ. കാരണം തണുപ്പല്ലേ, അപ്പോൾ അതുകൊണ്ട് എണീക്കൂല. അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആൾ നല്ല തണുത്തിങ്ങനെ, ആൾ ഭയങ്കര തണുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല കാര്യങ്ങളൊന്നും. പക്ഷെ എന്നാലും രാവിലെ ഒരു ചെറിയൊരു തിരക്കിട്ട പണിയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടൊരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നിട്ട് ലിപ്സ്റ്റിക്ക് പിന്നെ മെയിനാണ്, ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു ഹാൻഡ് ക്രീമാണ് കേട്ടോ. എൻ്റെ കൈക്ക് ഇച്ചിരി പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രീമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് ശനി, അപ്പോൾ സിസ്റ്ററും മോളും വന്നിട്ടുണ്ട്. അപ്പോൾ സിസ്റ്ററിൻ്റെ മോളാണ് ഇത് വന്നിട്ട്. ഇന്നു ആരാ നോക്ക്, നിന്റെ ഉമ്മയോടെ പോയി. അത് കഴിഞ്ഞിട്ട് മോൾക്ക് നാസ്ത കൊടുക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അങ്ങനെ ഓരോരുത്തർ വന്ന്, രാവിലെ എല്ലാവരും ഒരുമിച്ചിരിക്കാറില്ല കേട്ടോ. പണികൾ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് വന്ന് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോകുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഈ ഫുഡ് കൊടുക്കൽ ഭയങ്കര പണിയാണ് കേട്ടോ. ഭയങ്കര പാടാണ് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരങ്ങനെ പോയി. ശേഷം അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പയും പോകാനുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മെഷീനിലിട്ട തുണികൾ ജസ്റ്റ് ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ പണികളൊന്നുമില്ല, പിന്നെ ഫ്രീ ആണ് വൈകുന്നേരം വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഉള്ളൂ ഫുഡ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ, ഞാൻ ഇഡ്ഡലി കഴിക്കൂല. അപ്പോൾ ചപ്പാത്തിയും സാമ്പാറും കൂടിയിട്ട് അടിപൊളി കോമ്പിനേഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ, ഒരു മോർണിംഗ് സിമ്പിൾ റൂട്ടീനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ബൈ.